പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, എനിക്ക് സുവിശേഷത്തിൽ എന്തുവാകണം? പങ്കാളിയാകണം. നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ 20-ാമത്തെ വാക്യം പോലെ വായിച്ചു. യഹൂദന്മാരെ നേടേണ്ടതിന് യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മുഴുവൻ പാപികളുടെ ഇടയിലായിരുന്നോ വിശുദ്ധന്മാരുടെ ഇടയിലായിരുന്നോ? പറ. എന്നാൽ ഇപ്പോഴത്തെ ഒരു ഉപദേശി പാപികളുടെ ഇടയ്ക്ക് സുവിശേഷം ശുശ്രൂഷിക്കാൻ ചെന്ന് അംഗീകരിക്കുമോ? ഞങ്ങൾക്ക് സ്തോത്രം, അശുദ്ധന്മാരുമായിട്ട് ഒരു കൂട്ടായ്മ, ഞങ്ങൾ ഫുള്ള് വിശുദ്ധന്മാരാണ്. അങ്ങനൊന്നും അല്ല മോനെ ശുശ്രൂഷ. യേശുവിനെ പഠിക്ക്, പൗലോസിനെ പഠിക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ ശുശ്രൂഷ ജാതികളുടെ ഇടയില, പാപികളുടെ വീട്ടിൽ ചെന്ന് ആഹാരം കഴിച്ചെങ്കിൽ ആ വീട്ടിൽ പാപത്തിൻ്റെ കെട്ടുപൊട്ടിച്ച ഇറങ്ങി. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയാം, ചില വീടുകൾക്കകത്ത് ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിൻ്റെ അഗ്നി ആളിക്കത്തളം. വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ അതിർവരമ്പൊക്കെ ഒന്ന് പൊട്ടട്ടെ. ഒരു റിവൈവൽ ഉടനെ ഉണ്ട്. ഞാനത് വിശ്വാസത്താൽ കാണുന്നു. ചുരുണ്ട ഗഹനമായിട്ട് നമുക്ക് ദൂതനെ കൊണ്ടുപോകാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. യഹൂദനെ നേടേണ്ടതിന്, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദനെ പോലായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. എന്തിനാ? ഇവനെ നേടേണ്ടതിനായി. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഒരു സഭയുടെ ഉദ്ദേശം ഏതു വിധത്തിലും മിണ്ടുന്നില്ലല്ലോ. ഈ നമ്മുടെ കൂടെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരാൾ പിന്മാറ്റത്തിൽ പോയാൽ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യുമോ? എൻ്റെ ബ്രദറെ, ആ പുള്ളിയോട് പോലും ആരെങ്കിലും മിണ്ടുവോ? യേശുവിനെ പത്രോസ് എത്ര വട്ടം തള്ളി പറഞ്ഞു? ഏതെങ്കിലും ഒന്ന് പറ. 3 വട്ടം. പക്ഷേ ആ തള്ളി പറഞ്ഞവൻ്റെ പുറകെ കർത്താവ് പോവാ. കാര്യം കർത്താവിന് അവനെ വേണം. മിണ്ടുന്നില്ല. നിന്റെ ചില പിന്മാറ്റങ്ങളെ ഈ ദിവസങ്ങളിൽ ചികിത്സിക്കും. നീ പണ്ടത്തതിനേക്കാൾ നല്ല അവസ്ഥയിലേക്ക് വരും. നിന്നെ യേശുവിന് വേണം.